ഏത് അധികാരങ്ങളും അവന്റെ കയ്യിലാണ്. നമ്മുടേതായി ഒന്നും നമ്മുടെ അടുത്തില്ല, ഒന്നും നമുക്ക് അവകാശപ്പെട്ടതല്ല. എല്ലാ അധികാരങ്ങളും അല്ലാഹുവിന്റെ അടുക്കലാണ്. എല്ലാ കാര്യങ്ങളുടെയും ഉടമാവകാശം അത് അല്ലാഹുവിനാണ്. എൻ്റെ കാത്, എൻ്റെ കണ്ണ്, എൻ്റെ കൈകാലുകൾ, എൻ്റെ ഹൃദയം, എൻ്റെ തല, എൻ്റെ മജ്ജയും മാംസവും, എൻ്റെ ശബ്ദവും ഭംഗിയും, എൻ്റേതായി എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം യഥാർത്ഥ അവകാശി, ഉടമാവകാശം അത് അല്ലാഹുവാണ്. നാം നിൽക്കുന്ന ഭൂമിയും വെളിച്ചം നൽകുന്ന സൂര്യനും സൗന്ദര്യമായി നമ്മൾ ആസ്വദിക്കുന്നതായ ഈ പ്രകൃതിയും, അതേപോലെ തന്നെ നമ്മെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ പൊന്നുമ്മ, നമ്മെ വളർത്താൻ ഓടി നടക്കുന്ന നമ്മുടെ പൊന്നുപ്പ, നമ്മെ രസിപ്പിക്കുന്ന നമ്മുടെ ഭാര്യമാർ, നമ്മെ ആഹ്ലാദിപ്പിക്കുന്ന നമ്മുടെ പൊന്നുമക്കൾ, പിന്നെ നമ്മുടെ എല്ലാ സൗഹൃദ വലയങ്ങളും അല്ലാഹുവിൻ്റെ ഉടമാവകാശത്തിൽപ്പെട്ടതാണ്. എൻ്റേതായി ഒരു പവറും അതിനില്ല, എൻ്റേതായി ഒന്നും ഇവിടെയില്ല. എൻ്റേതായി എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ഉടമാവകാശം അല്ലാഹുവിനാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ്. എന്തിനാണ് ജീവിതത്തെയും പിന്നെ മരണത്തെയും സൃഷ്ടിച്ചത്? എന്തിനാണ്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ.